ഇന്നത്തെ സബ്ജക്റ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെയാണ്. തുളസി ഇറുത്തിട്ട് ചെവിക്ക് പുറകിൽ വെക്കുന്നത് എന്തിനാണ്? മിക്കവരും പറയത്തില്ലേ, ചെവിക്ക് പുറകിലൊക്കെ വെക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആഗീരണ ശക്തിയുള്ള സ്ഥലമെന്ന് പറയുന്നത് ചെവിക്ക് പുറകിലാണ്. തുളസി നല്ല ഔഷധ ഗുണമുള്ള സസ്യമാണ്. അങ്ങനെയുള്ള തുളസിയുടെ ഔഷധ ഗുണം എളുപ്പത്തിൽ ചെവിക്ക് പിന്നിലെ ത്വക്കിലൂടെ ആഗിരണം ചെയ്യപ്പെടും. ഇതുകൊണ്ടാണ് ചെവിയിൽ തുളസി ചൂടാൻ പഴമക്കാർ നിർദ്ദേശിക്കുന്നതും പഴയ ഭവനങ്ങളിലെല്ലാം തുളസിത്തറ കെട്ടി തുളസി ചെടിയെ സംരക്ഷിച്ച് പോരുകയും ചെയ്യുന്നത്. സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ തുളസി പറിക്കാൻ പാടില്ലെന്ന് വിധിയുണ്ട്. പിന്നെ പൂജയ്ക്കല്ലാതെ നമ്മൾ തുളസിപ്പൂ ഇറുക്കാൻ പാടില്ല എന്നാണ് പൊതുവെ പറയാറ്. നിലവിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ വടക്കോട്ടുള്ള വാതിലുകൾ അടച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കുള്ള കാന്തിക പ്രവാഹത്തെ ആശ്രയിച്ചാണ് ഈ നിയമം പറയുന്നത്. അതായത് സന്ധ്യാസമയത്ത് അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന വിഷാണുക്കളെ വീടിനകത്തേക്ക് പ്രവേശിക്കാതെ വീടിനകം സംരക്ഷിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് 24 മിനിറ്റെങ്കിലും മുമ്പ് വിളക്ക് കൊളുത്തി വയ്ക്കുന്നത്. ഈ സമയം കൊണ്ട് വിളക്കും എള്ളെണ്ണയും ചൂടായിട്ടുണ്ടാവുന്ന ആ പ്രാണോർജം അണുബാധ തടയും. ഈ പ്രാണോർജത്തെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള കാന്തിക പ്രവാഹം വലിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാനാണ് വടക്കോട്ടുള്ള വാതിലുകൾ അടയ്ക്കുന്നത്.